ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം 2 സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന അടിപൊളി ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ചത് ബാലൻ വീട്ടിലേക്ക് വരുമ്പോ ഗോമതി പരസ്പര ബന്ധമില്ലാതെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ബാലൻ ചോദിക്കുന്നുണ്ട്, ഗോമതി തനിക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ്. ചോറ് വിളമ്പാൻ പറയുമ്പോ ചപ്പാത്തി വിളമ്പുന്നു, പരിപ്പ് കറി ഇടാൻ പറയുമ്പോ മീൻ കറി ഇടുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ചോദിക്കണം എന്താണോ പറ്റിയതെന്ന് ചോദിക്കുമ്പോഴാണ് ഗോമതി കൊണ്ട് പറയുന്നത്. ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാണ്, റൂമിലേക്ക് ചൂണ്ടിക്കാണിക്കാണ്. ആ സമയത്താണ് ബാലൻ ആ റൂമിലേക്ക് പോകുമ്പോ അനു പ്രാന്ത് പിടിച്ച പോലെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അനുക്ക് ഒരുമാതിരി പ്രാന്ത് പൊട്ടിച്ച പോലെ ആയി കേട്ടോ. തൊട്ടടുത്ത് തന്നെ നമ്മുടെ അമ്മായി ഇരിപ്പുണ്ട്, പിന്നെ നിലത്ത് കിടക്കാണ് അലോക്. ഇവനിത് എന്തു പറ്റി എന്ന് നമ്മുടെ ബാലൻ ചോദിക്കണം. അപ്പൊ ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീർന്നത്. അപ്പൊ ബാലൻ ഇത് ചോദിക്കുമ്പോഴേക്കും ഗോമതി നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. നമ്മുടെ അലോക് അവിടെ വന്നതും അതിനുശേഷം എല്ലാരും കൂടി ബഹളം ഉണ്ടാക്കിയതും അലോക് അവിടെ തട്ടിമറിച്ച് എല്ലാം ഇട്ടിട്ട് ദേവിയുടെ വയറ് പോയിട്ട് അവിടെ ആ ഡെസ്കില് അത് ബെഞ്ച് ആ ഒരു ഇതില് ഇടിച്ചു കൊണ്ടതും ദേവിനെ കൊണ്ട് മീനാക്ഷി ഹോസ്പിറ്റലിൽ പോയതും അതുപോലെ തന്നെ അലോകിന്റെ തലയിൽ മീനാക്ഷി അടിച്ചതും ഒക്കെ തന്നെ പറയാട്ടോ. ഇത് കേൾക്കണ ബാലനാകെ തലക്ക് പ്രാന്ത് പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാണ്. എന്നിട്ട് അമ്മായിനെയും അതുപോലെ തന്നെ അനുവിനെയും സൂക്ഷിച്ചു നോക്കുന്നതാണ്. അനു പണ്ട് അച്ഛൻ എന്നൊന്നും പറയല്ലേ, ഇനി എന്നൊന്നും പറയല്ലേ അച്ഛൻ, അറിയാണ്ട് സംഭവിച്ചെന്ന് പറഞ്ഞിട്ട് അനു ഇങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുകയാണ്. അനുവിന്റെ മാനസികത മുഴുവനായിട്ട് തെറ്റി. അപ്പൊ അലോകിന് ജീവൻ ഉണ്ടോ എന്ന് ബാലൻ നോക്കുമ്പോഴേക്കും അലോകിന് ജീവൻ ഉണ്ടോ, അലോക് മരിച്ചിട്ടില്ല. ഇത് സെയിം തന്നെയാണ് തമിഴില്, ഇതുപോലെ തന്നെയാണ് തമിഴില്. ഈ നമ്മുടെ പക്ഷെ ദേവിയുടെ കുഞ്ഞിനൊന്നും സംഭവിക്കുന്നില്ലായിരുന്നു, കാരണം അതില് അവൾ ദേവി ഗർഭിണിയെ അല്ല ആ സമയത്ത്. മീനാക്ഷി ഇങ്ങനെ കരയും, ഞാൻ വേണമെങ്കിൽ ഞാൻ ജയിലിൽ പോയിട്ട് കിടക്കാം, കുഴപ്പമില്ല, ഞാൻ കുറ്റം സമ്മതിക്കും, ഞാൻ ജയിലിൽ പോയി കിടന്നോളാം എന്നൊക്കെ പറയുമ്പോ ഗോമതി പറയുന്നുണ്ട്, മോളെ നിനക്ക് ഇനി ജീവിതവും കാര്യങ്ങളൊക്കെ ഉണ്ട്, നീ ജയിലിൽ പോകണ്ട, ഞാൻ പോയിക്കോളാം. എന്റെ മോളെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ മോളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചോളെ ഞാൻ കൊന്നു പറഞ്ഞിട്ട് ഞാൻ ജയിലിൽ പോയിക്കോളാം എന്ന് ഗോമതി പറയുമ്പോ മീനാക്ഷി പറഞ്ഞിട്ട് വേണ്ടമ്മേ ഞാൻ തന്നെ ജയിലിൽ പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെത്താനെ തലക്കടിച്ച് കരയാണ് നമ്മുടെ മീനാക്ഷി കേട്ടോ. പക്ഷെ വേറൊരു സംഭവം ഉണ്ട്, ഈ അലോക് മരിച്ചിട്ടില്ല, അവൻ എഴുന്നേറ്റ് പോകും, ഇപ്പൊ ബോധമില്ലാതെ കിടക്കാണ്. എന്നിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോവുക തന്നെ ചെയ്യും കേട്ടോ. അതൊന്നും ബാലൻ അറിയേയില്ല തമിഴില്, പക്ഷെ ഇതില് ബാലൻ അറിയുന്നുണ്ട്. ബാലൻ നോക്കുമ്പോഴേക്കും അലോകിന് ഇതുണ്ട് കേട്ടോ, പൾസ് ഉണ്ട്, അതായത് ജീവനുണ്ട്. അങ്ങനെ ബാലൻ എന്നിട്ട് ഇവനെ എങ്ങനെയെങ്കിലൊക്കെ അവിടെ മാറ്റണമല്ലോ, ഹോസ്പിറ്റലിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ അലോകിന്റെ നമ്മൾ അച്യുതനും അതുപോലെ തന്നെ അവരൊക്കെ അപ്പുറത്ത് നിന്നിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ അലോകിന്റെ ബോഡി മാറ്റാനും സാധിക്കുന്നില്ല. പക്ഷെ ഇവൻ തന്നെയായിട്ട് എഴുന്നേറ്റ് പോകും, രക്ഷപ്പെട്ട് എഴുന്നേറ്റ് പോകും. അവൻ അങ്ങനെ കിടക്കണത് അവൻ അഭിനയിക്കുകയാണ് മരിച്ച പോലെ, മരിച്ചിട്ടൊന്നുമില്ല. മീനാക്ഷി വിചാരിക്കും താനൊരു കൊലയാളി ആയല്ലോ എന്ന് മീനാക്ഷി വിചാരിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ മീനാക്ഷിയുടെ അടുത്തേക്ക് ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ സൈൻ ചെയ്ത് തരണമെന്ന് പറയാണ്. അപ്പൊ ഭർത്താവ് വരും, ഇപ്പൊ ചേച്ചിയുടെ ഭർത്താവ് വരും, ഏട്ടൻ വരും, ആനന്ദേട്ടൻ വരും എന്ന് പറയുന്നുണ്ട്. എന്തിനാ സൈൻ ചെയ്ത് തരണമെന്ന് ചോദിക്കുമ്പോ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെറിയൊരു ഓപ്പറേഷൻ വേണമെന്ന് പറയണം. ഓപ്പറേഷനോ, എന്തിനാ ഡോക്ടർ എന്ന് മീനാക്ഷി ചോദിക്കുമ്പോഴേക്കും ഡോക്ടർ പറയണ്ട, അത് കുഞ്ഞു പോയി, ഇനിയിപ്പോ വെച്ചോണ്ട് നിന്നിട്ട് കാര്യമില്ല, ദേവിയുടെ ജീവൻ രക്ഷിക്കണ്ടേ, അതിനു വേണ്ടിയിട്ടാണ് സമ്മതപത്രത്തിൽ ഒപ്പിടണോന്ന് പറയാണ്. ആ സമയത്താണ് നമ്മുടെ ആനന്ദ് കുറെ കുഞ്ഞുടുപ്പുകൾ വാങ്ങിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി വരികയാണ്. ഓടി വരുമ്പോഴേക്കും ഡോക്ടർ മീനാക്ഷി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്ക് അപകടം പറ്റിയത് മീനാക്ഷി, എന്താ പറ്റിയത് ഒന്ന് പറ മീനാക്ഷി എന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട്, സോറി ആനന്ദ്, നിങ്ങളുടെ ഭാര്യയാണ് ദേവി അല്ലേ, അതെ, കുഞ്ഞിന് അപകടം പറ്റി, കുഞ്ഞ് ഇനിയില്ല, ദേവിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നോക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഈ സമ്മതപത്രത്തിൽ ഒപ്പിട്ട് തരണം, ഒപ്പിട്ട് തന്നാൽ മാത്രമേ നമുക്ക് പ്രൊസീജിയറും കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുള്ളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുടെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഒപ്പിട്ട് തരണമെന്ന് പറയാണ്. ഇത് കേൾക്കണ ആനന്ദിന്റെ കയ്യിലുള്ള ആ കുഞ്ഞുടുപ്പുകളൊക്കെ നിലത്തേക്ക് വീഴാണ്. ആനന്ദ് ആകെ തളർന്നു പോവുകയാണ്. ആനന്ദ് പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ സംഭവിച്ചു മീനാക്ഷിയും ചോദിക്കുമ്പോൾ മീനാക്ഷി നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. പക്ഷെ ആനന്ദ് ആകെ തകർന്നിരിക്കുകയാണ്. പക്ഷെ ദേവി അങ്ങനെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും ദേവിക്ക് അറിയില്ല തന്റെ കുഞ്ഞു പോയത്. അപ്പൊ മീനാക്ഷി പണ്ട് ആനന്ദേട്ട കുഞ്ഞു നഷ്ടപ്പെട്ട കാര്യം ഇപ്പൊ പറയരുത് ദേവി എടുത്തിട്ട് അത് താങ്ങാൻ പറ്റില്ല എന്ന് പറയാണ്. ദേവി ഇങ്ങനെ എഴുന്നേക്കണ പോലെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് എഴുന്നേക്കണേ കേട്ടോ. അപ്പോ മീനാക്ഷി കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ, കണ്ണ് തുറക്കുമ്പോ തന്നെ ചോദിക്കണം, അതാണ് കുഞ്ഞിനൊന്നും പറ്റിയില്ലല്ലോ അല്ലെ? ഇല്ല ദേവിയെടുത്തി, കുഞ്ഞിനൊന്നും പറ്റില്ല, കുഞ്ഞിനെന്ത് പറ്റാനോ, ഒന്നുമില്ല. അപ്പൊ എന്റെ വയറ്റിൽ കുഞ്ഞുണ്ടല്ലോ അല്ലെ? ഉണ്ട്, പക്ഷെ ഉള്ള പോലെ എനിക്ക് തോന്നണില്ല എന്നൊക്കെ ദേവി പറയുമ്പോ മീനാക്ഷി പൊട്ടിക്കറിയാണ്. ആനന്ദേട്ടൻ വന്നോ, നമ്മുടെ കുഞ്ഞിനൊന്നും ഇല്ലല്ലോ അല്ലെ? ഡോക്ടർ പറഞ്ഞോ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലെന്ന്? ഇല്ല ദേവി, നമുക്ക് പോകാം, ഡിസ്ചാർജ് ആയി പോകാം. ആണോ, എന്നാൽ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവി പോകുവാണ്. അങ്ങനെ വീട്ടിലെത്തി കഴിയുമ്പോഴാണ് ദേവി ആ മഹാസത്യം മനസ്സിലാക്കണത്, തന്റെ കുഞ്ഞ് തന്റെ വയറ്റിലില്ലെന്ന്. അതറിയുമ്പോ ദേവിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന ഒരു അവസ്ഥ വരാട്ടോ. ഇതൊന്നുമല്ല, നമ്മുടെ ദേവിയുടെ അച്ഛൻ ഉദയഭാനും അതുപോലെ തന്നെ ശ്രീകല ഇത് അറിയുമ്പോ ഒരു വരവുണ്ട്. കാരണം വേറൊന്നുമല്ല, ഇതിനെല്ലാത്തിനും കാരണക്കാരി അനുവാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴേക്കും അനുവിന്റെ മാനസിക നിലയ്ക്ക് ആകെ തെറ്റി.
ഇന്നലെയൊക്കെ തെറ്റി ആകെ തകിടം മറിയാട്ടോ. അങ്ങനെ നമ്മുടെ അനു അതിൽ നിന്ന് റിക്കവർ ആയിട്ട് കുറെ നാള് പിടിക്കുന്നുണ്ട്. ബാലനാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ബാലൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം ഈ വീട്ടിൽ ഇത്ര നാൾ ഇത്രയും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അലോക് അവിടെ വരണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ വരാനും പറ്റില്ല. ബാലൻ ആദ്യം തന്നെ സംശയിക്കണേ ഈ സുകന്യനെയാണ്. പക്ഷെ സുകന്യ അവിടെ നിന്ന് എന്താ ചെയ്യാ ആദ്യം തടി തപ്പാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് കേട്ടോ. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് വിചാരം മാത്രമേ. കാരണം ബാലൻ സത്യം കണ്ടുപിടിക്കുന്ന സുകന്യക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സുകന്യ കുറച്ചു നാളത്തേക്ക് തന്റെ വീട്ടിൽ നിൽക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുവാണ്. പിന്നീട് അനു പറയുന്നുണ്ട് തന്റെ ജീവിതത്തില് അലോകിനെ വീണ്ടും കയറ്റി വരുത്തിയത്, അലോകുമായിട്ട് താനും അലോകും ഒന്നിക്കാൻ വേണ്ടിട്ടോ പല കാര്യങ്ങളും ചെയ്തു തന്നത് തന്റെ ഈ അമ്മായിയാണ്, സുകന്യ അമ്മായി എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നമ്മുടെ അനു പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ പിന്നീട് നടക്കുന്ന കാര്യമാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇത്ര മാത്രമുള്ള അലോകം മരിച്ചു കിടക്കുന്ന പോലെ കിടക്കുന്നു. ദേവി ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്യണു. ഇത്രയേ ഉള്ളൂ. നാളത്തെ എപ്പിസോഡിലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അലോക് മരിച്ചിട്ടില്ലാതെ എഴുന്നേറ്റ് പോണ ഭാഗവും അതുപോലെ തന്നെ ദേവിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് എല്ലാവരും അറിയാൻ പോകുന്ന ഭാഗം അത് നാളെയാണ് കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ നമ്മുടെ മൗനരാഗം സീരിയലിന്റെ ക്ലൈമാക്സ് ആണ്. അപ്പൊ ഇനിയിപ്പോ ഈ ചാനലിൽ ഞാൻ മുമ്പ് സാന്ത്വനം ഇട്ടുകൊണ്ടിരുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സാന്ത്വനത്തിന്റെ റിവ്യൂ കാണാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സീരിയലാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. എന്തായാലും പുതിയ സീരിയൽ വരുമ്പോൾ അതിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. അതിന്റെ കൂടെ ഏത് സീരിയലാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോ കാണാൻ ടേക്ക് കെയർ. ബൈ ബൈ.